ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഓട്സ് ആൽമണ്ട് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു മീലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓട്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ആൽമണ്ട് ആണ് കേട്ടോ. പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത ക്യാരറ്റും വേണം. ഞാൻ ഈ മിക്സ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാം. ഒരു പാനിലേക്ക് ഓട്സ് എടുക്കുക, നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ അത് മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കുക. എന്നിട്ടത് മാറ്റി വയ്ക്കുക. സെയിം പാനിലേക്ക് കുറച്ച് ആൽമണ്ടിൻ്റെ പൗഡർ ഇട്ടിട്ട് അതും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഈ മിക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്, ബേബീസിനൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. ഞാനിത് പ്രിഫർ ചെയ്യുന്നത് ഒരു 8 മന്ത് ബേബീസിനായിരിക്കും കേട്ടോ. കാരണം ആൽമണ്ടൊക്കെ കഴിക്കണമെങ്കിൽ നട്ട്സൊക്കെ കഴിച്ചു തുടങ്ങുന്ന ഒരു 8 മന്ത്സ് ഒക്കെ ആവണം ബേബീസ്. ഞാനപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പൗഡറാണ് എടുക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിലേക്ക് ഞാൻ പനങ്കൽക്കണ്ടമാണ് ആഡ് ചെയ്യുന്നത്. ഓരോ നാട്ടിൽ വ്യത്യസ്തത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് പനങ്കൽക്കണ്ടം എന്നാണ് പറയുന്നത്. ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കുട്ടിക്ക് സ്വീറ്റ്നെസ് ഒന്നും വേണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം എന്നില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അത് ചൂടാക്കാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ. അതേ നേരം നമുക്കിത് തിളപ്പിക്കേണ്ടി വരില്ല, കാരണം നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കിപ്പൊടിച്ച ക്യാരറ്റിന് പകരം ഫ്രഷായിട്ട് ക്യാരറ്റ് വേവിച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് വേവിച്ച് ചേർക്കുകയോ ചെയ്യാം കേട്ടോ. ഈ മിക്സ് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റാതിരുന്നത്. എൻ്റെ ഓൾറെഡി ഈ മിക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്ത് തന്നത്. നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്കിങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചാൽ കുറേ നാളിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഈ ഒരു ഐറ്റം ട്രാവൽ ഫ്രണ്ട്ലിയും കൂടിയാണ്. നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കുട്ടിക്ക് കൊടുക്കാനും പറ്റും കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഫുഡും കൂടിയാണ് ഇത്. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അടിയിൽ പിടിക്കാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റോളം ഇത് ഇളക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കുന്നത് നന്നായിട്ട് ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കണം. 8 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിക്ക് നട്ട്സൊക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്യാം. നട്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ആൽമണ്ട്. പക്ഷേ ആൽമണ്ട് നിങ്ങൾ ഇതുപോലെ കൊടുക്കരുത്. ഫസ്റ്റ് തന്നെ തലേദിവസം വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ട് അത് പിറ്റേ ദിവസം ജസ്റ്റ് ഇങ്ങനെ പാല് പോലെ പിഴിഞ്ഞെടുത്തിട്ട് അത് കുട്ടിക്ക് 2-3 ടേബിൾ സ്പൂണായിട്ടൊരു 4-5 ദിവസം ഒരു 1 വീക്ക് ഡെയിലി കൊടുത്ത് നോക്കാം. അതിലൊരു കുട്ടിക്ക് അലർജിയും കാണുന്നില്ലെങ്കിൽ മാത്രം ഇതുപോലത്തുള്ള ഐറ്റംസിലൊക്കെ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത ആൽമണ്ട് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ മാത്രമല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന ഏത് കുറുക്ക് പോലെ ഐറ്റത്തിലും നിങ്ങൾക്ക് ഈ ആൽമണ്ടിൻ്റെ പൊടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഓട്സ് മീൽ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കുട്ടിക്ക് ഗീ കൊടുക്കുന്നതെങ്കിൽ 1 ഡ്രോപ്പ് മാത്രം ആഡ് ചെയ്താൽ മതിയാകും. അങ്ങനെ പതിയെ ആഡ് ചെയ്ത് അതിൻ്റെ എമൗണ്ട് കൂട്ടി കൊണ്ടുവരാനാണ് കേട്ടോ നോക്കേണ്ടത്. അല്ലാതെ പെട്ടെന്ന് തന്നെ 1 ടേബിൾ സ്പൂൺ ഒന്നും ഗീ കുട്ടിക്ക് ഫസ്റ്റ് ടൈം കൊടുക്കുന്ന കുട്ടിക്ക് ആഡ് ചെയ്യരുത്. ഞാനെന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗീ നന്നായിട്ട് അതിലേക്ക് മിക്സ് ആവാനായിട്ട്. അത് കഴിഞ്ഞ് ഞാനൊരു ബൗളിലേക്ക് ഇത് മാറ്റുവാണ്. നിച്ചൂട്ടി നല്ല ഉറക്കമാണ്. അവൾ ഉറക്കം എഴുന്നേറ്റിട്ട് വേണം നമുക്ക് ഫുഡ് കൊടുക്കാനായിട്ട്. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് മീലായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ഡിന്നറായിട്ടും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഈ ഫുഡ് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ കട്ട പിടിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട്. ഇത്തിരി വെള്ളത്തോടെ വേണം നിങ്ങളത് ഓഫ് ചെയ്യാനായിട്ട്. ഒരുപാട് ഡ്രൈ ആക്കി വെച്ചത് ഒന്നും കൂടി കട്ട പിടിക്കും. കുട്ടിക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു വെള്ളത്തോടു കൂടി നിങ്ങളത് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇത്രയും കട്ട പിടിച്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. ആപ്പിൾ, പഴം പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കുട്ടിക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് ഈ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് മസ്റ്റായിട്ടും കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഫുഡ് എന്ത് ചെയ്താൽ കുട്ടി കഴിക്കുന്നില്ലെങ്കിൽ ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. നിച്ചുട്ടി അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട്. ആൾ ഉറക്കപ്പീച്ചിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ആൾ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ കണ്ടോ, കുട്ടികൾക്ക് ഈ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിച്ചുവിന് ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാനിത് കൊടുക്കുന്നത്.
അവൾക്ക് വെറുതെ ക്യാരറ്റൊക്കെ കൊടുത്ത് അവൾ കഴിക്കാറില്ല. ക്യാരറ്റൊക്കെ നമ്മളിങ്ങനെ പുഴുങ്ങി കൊടുക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അവൾ തുപ്പി തുപ്പി കളയും. ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് അവൾക്ക് കൊടുക്കാൻ തുടങ്ങി പിന്നെയാണ് അവൾ പിന്നെയും ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. എല്ലാ ദിവസവും ഒരു മൂടായിരിക്കില്ല. 2 ദിവസം അടുപ്പിച്ച് ഈ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതും അവൾക്ക് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് ഞാൻ 2 ദിവസം ഇങ്ങനെ ഒരു ഫുഡ് തന്നെ കൊടുക്കും. 3-ാമത്തെ ദിവസം ഫുഡ് മാറ്റിയാൽ കൊടുക്കാറ് കേട്ടോ. 2 ദിവസം ആൾ വലിയ കുഴപ്പമില്ലാതെ സെയിം ഫുഡ് തന്നെ കഴിക്കും. 3-ാമത്തെ ദിവസം ആൾക്ക് ഈ ഫുഡ് പറ്റില്ല. ആൾ ഇത് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ കാണിക്കും. 2-3 സ്പൂൺ കഴിക്കുമ്പോഴേക്കും മടുപ്പൊക്കെ കാണിച്ചു തുടങ്ങും. അതുകൊണ്ട് ഞാൻ 2 ദിവസം ഒരു മീൽ തന്നെ കൊടുക്കും. 3-ാമത്തെ ദിവസം വേറെ മീലായിരിക്കും കേട്ടോ കൊടുക്കാറ്. ചിലപ്പോൾ ഡിന്നർ നൈറ്റ് അങ്ങനെ കൊടുക്കുന്ന മീൽസൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കാറുണ്ട്. നിങ്ങളും എപ്പോഴും സെയിം പാറ്റേണിലുള്ള ഫുഡാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേഞ്ച് വരുത്തി നോക്കണം കേട്ടോ. അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി വരുന്നതായി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മിക്കവർക്കുള്ള ഡൗട്ടാണ് കേട്ടോ, ഓട്സ് വെയിറ്റ് ലോസ് ആണോ എന്ന്. കുട്ടികൾക്ക് കൊടുത്താൽ അവരുടെ വെയിറ്റ് ലോസ് ആയി പോകുമെന്നൊക്കെ ചിലവർക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. ഹെൽത്തി വെയിറ്റ് ഗെയിൻ എപ്പോഴും ഉണ്ടാകും. പിന്നെ അതിലേക്ക് നമ്മൾ ആൽമണ്ടും ഗീയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.